+1 ഇംപ്രൂവ്മെന്റ് മാത്തമാറ്റിക്സ് ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ ഇൻഇക്വാലിറ്റി വിത്ത് 2 വേരിയബിൾ, അതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ എങ്ങനെ കണ്ടെത്താം എന്നുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ബോർഡിലേക്ക് നോക്കിയാൽ കാണാൻ വേണ്ടി പറ്റും. അവിടെ 2 ഇൻഇക്വാലിറ്റികൾ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിനെ ഗ്രാഫിക്കലായിട്ട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, സോൾവ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഒന്നിൽ കൂടുതൽ ഇൻഇക്വാലിറ്റി വരുന്നത് കൊണ്ടാണ് ക്വസ്റ്റ്യനിൽ സിസ്റ്റം ഓഫ് ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഗ്രാഫിക്കൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുക എന്നുള്ള കാര്യം നോക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇൻഇക്വാലിറ്റികളുടെ ഈക്വൽ കേസുകൾ എടുക്കുക. എന്നിട്ട് ഈക്വൽ കേസിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ അത് എന്തായി, ലൈനുകൾ വരയ്ക്കുക, സ്ട്രൈറ്റ് ലൈൻസുകൾ വരയ്ക്കുക എന്ന് പറഞ്ഞ ആശയമായിട്ട് മാറി. ഒരു ലൈൻ വരയ്ക്കണമെങ്കിൽ 2 പോയിന്റുകൾ കിട്ടിയാൽ മതി. ചില ലൈനുകൾ വരയ്ക്കണമെങ്കിൽ പോയിന്റുകളുടെ ആവശ്യമൊന്നുമില്ല. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ വെർട്ടിക്കൽ ലൈനോ ഹൊറിസോണ്ടൽ ലൈനോ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പോയിന്റ് പ്രത്യേകം കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത്തരം കേസുകൾ ഇൻഇക്വാലിറ്റി ആയിട്ട് വരാറുണ്ട്. അപ്പം നമ്മളിതിലെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്, ഇൻഇക്വാലിറ്റിയുടെ ഈക്വൽ കേസ് എടുക്കുക. അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ വരയ്ക്കാനുള്ള പോയിന്റുകൾ കണ്ടുപിടിക്കുക. ചിലതിന് പോയിന്റുകൾ കാണേണ്ടി വരില്ല. അപ്പം എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പറഞ്ഞു പോകുമ്പോഴും അത്തരം കേസുകളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്, ഈക്വൽ കേസുകൾ എടുക്കുക, അതിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ വരയ്ക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇൻഇക്വാലിറ്റി ഉണ്ട്. 2 ഇൻഇക്വാലിറ്റിയും റെപ്രസെന്റ് ചെയ്യുന്ന ലൈനുകൾ വരയ്ക്കാനുള്ള പോയിന്റുകൾ എങ്ങനെ കണ്ടുപിടിക്കാം, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യത്തെ ഈക്വൽ കേസ് എടുത്താൽ എങ്ങനെയാ വരിക, 2x + y = 6. പോയിന്റ് കണ്ടെത്താൻ വേണ്ടി നമ്മൾ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യാണ്. x y ആദ്യം ചെയ്യേണ്ടത് x-ന് 0 അപ്ലൈ ചെയ്യും. x-ന് 0 കൊടുക്കുമ്പോൾ ഈ ടേം ഉണ്ടാവില്ല. അപ്പോൾ y-ന്റെ വാല്യൂ എന്താ നിങ്ങൾ അവിടെ നോക്കിയാൽ കാണുന്നത്, y എന്ന് പറയുന്നത് എത്രയായിരിക്കും, 6 ആയിരിക്കും. അപ്പോൾ നമുക്ക് y-ന്റെ അവിടെ എന്ത് എഴുതാം, 6 എന്ന് പറയുന്ന കാര്യം എഴുതാം. അടുത്തത് y-ന് 0 കൊടുക്കാം. y-ന് 0 കൊടുക്കുമ്പോൾ ഈ ടേം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക, 2x എന്ന് പറയുന്നത് 6 ആണ് വരിക. x എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/2. 6/2 എന്ന് പറഞ്ഞാൽ എത്രയാണ്, 3. അടുത്ത കേസ് എടുക്കുക, 3x + 4y = 12. x y x-ന് 0 കൊടുക്കാം. x-ന് 0 കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക, ഈ ടേം ഉണ്ടാവില്ല. അപ്പോൾ ബാക്കി നിൽക്കുന്നത് എന്താ, 4y = 12. 4y = 12. അപ്പോൾ y = 12/4 എത്ര വരും, 3. അടുത്തത് y-ക്ക് 0 കൊടുക്കും. y-ക്ക് 0 കൊടുക്കുമ്പോഴോ 4y എന്ന് പറഞ്ഞ ടേം ഉണ്ടാവില്ല. അപ്പോൾ 3x = 12. x = 12/3 എത്ര വരും, 4 എന്ന് പറയുന്ന കാര്യം വരും. ഇവിടെ എന്ത് കൊടുക്കുക, 4 എന്ന് പറഞ്ഞ കാര്യം എടുക്കുക. 2 ഇൻഇക്വാലിറ്റിയേ ഉള്ളൂ, വരയ്ക്കാനുള്ള പോയിന്റുകൾ നമ്മൾ എന്ത് ചെയ്തു, കണ്ടെത്തൽ കഴിഞ്ഞു. ഇനി നമുക്കിത് എങ്ങനെയാണ് ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്യുക എന്നുള്ള കാര്യം നോക്കാം. നമ്മൾ ചെയ്യേണ്ടത് x ആക്സിസും y ആക്സിസും വരയ്ക്കാം. Zero, 1, 2, 3, 4, 5, 6. 1, 2, 3, 4, 5, 6. -1, -2. -1, -2, -3. x dash, y dash. നമ്മൾ പോയിന്റുകളൊന്ന് മാർക്കുമ്പോൾ ആദ്യത്തെ ലൈൻ വരയ്ക്കുമ്പോൾ പോയിന്റ് എടുക്കുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. 0, 6 ആണ് നമ്മുടെ പോയിന്റ് എടുക്കുക. x-ന് 0, y-ന് 6. x-ന് 0 എന്ന് പറഞ്ഞാൽ ഇതാണ്, y-ന് 6 എന്ന് പറഞ്ഞാൽ നേരെ മുകളിലേക്ക് പോവുക, 6-ന്റെ അവിടെ പോയിന്റ് മാർക്കുണ്ട്. ഒന്നുകൂടി പറയാം, x എന്ന് പറയുന്നത് 0, y എന്ന് പറയുന്നത് 6. x-ന് 0 എന്ന് പറയുന്നതാണ്, y-ന് 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് മാർക്ക് ചെയ്യും. അടുത്തത് x-ന് 3, y-ന് 0. x-ന് 3 എന്ന് പറഞ്ഞാൽ ഇതാണ് പോയിന്റ്, y-ന് 0 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്, അതേ പോയിന്റ് തന്നെയാണ്. ഇൻഇക്വാലിറ്റി നോക്കുക നിങ്ങൾ. ഇൻഇക്വാലിറ്റിയിൽ എന്താണ് തന്നിരിക്കുന്നത്,
ഗ്രേറ്റർ ദാൻ ആണ് സിമ്പൽ വന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ആ രണ്ട് പോയിന്റുകളും സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്യേണ്ടത് ഡോട്ടഡ് ലൈനിലാണ് എന്ത് ചെയ്യേണ്ടത്, അത് ജോയിൻ ചെയ്യേണ്ടത്. ഗ്രേറ്റർ ദാനോ ലെസ് ദാനോ വരുമ്പോൾ ഡോട്ടഡ് ലൈനിൽ ചെയ്യാൻ പാടും. എന്നാൽ ഇതിനോടൊപ്പം ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാം ചേർത്ത് വരയ്ക്കാം. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഡോട്ടഡ് ലൈനിലാണ് ഈ രണ്ട് പോയിന്റുകളും നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ, ജോയിൻ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പൊ ആ രണ്ട് ഡോട്ടഡ് ലൈൻ എന്ത് ചെയ്യാം, നമ്മൾ ലൈൻ എന്ന് പറയുന്ന കാര്യം ഡോട്ടഡ് ലൈൻ. അടുത്തത് എക്സ് എന്ന് പറയുന്നത് 0, y എന്ന് പറയുന്നത് 3. അപ്പൊ x എന്ന് പറയുന്നത് 0, y എന്ന് പറയുന്നത് 3. 0 y ൽ 3 പോയിന്റ് മാർക്ക്. 4 0, x ൽ 4, y ൽ 0. x ൽ 4 എന്ന് പറഞ്ഞാൽ ഇവിടെ വരിക, y ൽ 0 എന്ന് പറഞ്ഞാൽ അവിടെ തന്നെ 4 0. ഇവിടെ ഇൻഇക്വാലിറ്റി നോക്കൂ, ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ രണ്ട് പോയിന്റുകളും ചേർത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൈൻ വരയ്ക്കണം. രണ്ട് ലൈനുകൾ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇത് വേർതിരിച്ചറിയാൻ വേണ്ടി അതിന്റെ നെയിമുകൾ അവിടെ തന്നെ കൊടുക്കാം. എവിടെയെങ്കിലും ഒരു വശത്ത് എഴുതുന്നുള്ളൂ 2x + y = 6 ആണത്. ഇത് വരുന്നത് 3x + 4y 2. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വേണ്ടത് ഇൻഇക്വാലിറ്റീനെ ഗ്രാഫിക്കലായി സോൾവ് ചെയ്യണം. അപ്പോൾ ആദ്യത്തെ ഇൻഇക്വാലിറ്റി എടുക്കാം. ഇതിന്റെ ലെഫ്റ്റ് സൈഡിൽ എക്സിനും വൈനും 0 അപ്ലൈ ചെയ്യും. എക്സിനും വൈനും 0 അപ്ലൈ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക, ഇത് കംപ്ലീറ്റ് 0 ആവും. 0 > 6. ഈ 0 > 6 എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് വാലിഡ് ആണോ അല്ലെങ്കിൽ ട്രൂ ആണോ? 6നേക്കാൾ മുകളിലാണ് 0. ഇത് ഫാൾസ് അല്ലേ? അപ്പൊ നമ്മളിവിടെ എന്ത് നോട്ട് ചെയ്യാം, ഇതെന്താണ്, ഫാൾസ് ആണ്. ഫാൾസ് ആണെങ്കിൽ 0 എന്ന് പറഞ്ഞ പോയിന്റ് ഏതാ, ഒറിജിൻ അല്ലേ? ഈ പോയിന്റ് അല്ലേ? ആ ഒറിജിൻ നിൽക്കുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാൻ പാടില്ല എന്നാണ് അർത്ഥം. ഫാൾസ് ആണെങ്കിൽ. ട്രൂ ആണെങ്കിലോ ആ ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം എന്നാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഫാൾസ് ആയതുകൊണ്ട് നമ്മൾ ആ ലൈൻ ഏതാണെന്ന് നോക്കുക. 2x + y = 6 എന്ന് പറയുന്നത് ഈ ഒരു ലൈനാണ്. ആ ലൈനിൽ 0 വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യരുത്. ഇവിടെയാണ് 0 നടക്കുന്നത്. അപ്പോൾ എവിടെയൊക്കെ ഷെയ്ഡിങ് പാടുള്ളൂ, മുകളിലേക്കാണ് അതിന്റെ ഷെയ്ഡിങ് വരുള്ളൂ. അപ്പൊ നമുക്ക് ഇതിന്റെ ഈ ലൈനിന്റെ മുകളിലേക്കാണ് ഷെയ്ഡിങ് വരുള്ളൂ. ജസ്റ്റ് നമ്മൾ ആരോ മാർക്കിലൂടെ നമ്മളത് സൂചിപ്പിക്കുകയാണ്. കാരണം 5 ഇൻഇക്വാലിറ്റി വന്നു കഴിഞ്ഞാൽ 5 രീതിയിൽ ഷെയ്ഡ് ചെയ്യുക എന്ന് പറയുന്നതൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ജസ്റ്റ് ആരോ മാർക്ക് കാണിച്ചിട്ട് വേണം. ഇനി രണ്ടാമത്തെ ഇൻഇക്വാലിറ്റി എടുക്കുക. ഇതേപോലെ തന്നെ 0 അപ്ലൈ ചെയ്യാം. 0 അപ്ലൈ ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡ് 0 ആണ്. 0 > 12. 12നേക്കാൾ താഴെയാണ് 0. എല്ലായ്പ്പോഴും എന്താണ്, ശരിയാണ്. ട്രൂ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, 0 വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാം. ഇതാണ് ലൈൻ. 3x + 4y = 12. 0 വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, താഴേക്ക് ഷെയ്ഡ് ചെയ്യാം. ഇതിന്റെ താഴേക്കാണ് ഇത് വരുന്നത്, ഷെയ്ഡിങ് വരുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ഇൻഇക്വാലിറ്റിയും ഒരുപോലെ വരുന്ന ഭാഗം അതിലേതാണ്? രണ്ട് ഇൻഇക്വാലിറ്റിയും ഒരുപോലെ വരുന്ന ഭാഗം അതിലേതാണ്? ഈ ഒരു പോർഷൻ നോക്കുന്നത്, ഈ ഒരു പോർഷൻ ഈ ലൈനിന്റെ താഴേക്കുണ്ട്. ഈ ഒരു ലൈനിന്റെ താഴേക്ക് വരുന്നുണ്ട്. ഇവിടെ താഴേക്ക് വരുന്നുണ്ട്. ഇതിന്റെ മുകളിലേക്കുണ്ട്. അപ്പൊ ശരിക്കും രണ്ട് ഇൻഇക്വാലിറ്റി വരുന്നത് എവിടെയാണ്? ഈ ഒരു റീജിയനിലാണ് നമുക്ക് സംഭവിക്കുന്നത്. രണ്ട് ഇൻഇക്വാലിറ്റിയും ഒരുപോലെ വരുന്നത് ഈ ഒരു റീജിയനിലാണ് എന്ത് വരിക, രണ്ട് ഇൻഇക്വാലിറ്റിയും ഒരുപോലെ വരുന്നത്. ഇത് പോകുന്നതിനനുസരിച്ച് നമുക്ക് ഷെയ്ഡിന് മുമ്പിലേക്ക് പോവാം. അപ്പോൾ ഈ ഒരു റീജിയൻ ആണ് എന്തായിട്ട് വരിക, നമ്മുടെ സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്ന ആശയം, അഥവാ നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ആശയം വരിക. ഇങ്ങനെയാണ് അത് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. രണ്ട് ഇൻഇക്വാലിറ്റി വരുന്ന ഭാഗം. അതുപോലെ തന്നെ ഗ്രാഫ് വരയ്ക്കുമ്പോൾ ഒറ്റ ഗ്രാഫിനകത്താണ് രണ്ട് ഇൻഇക്വാലിറ്റിയുടെ കാര്യങ്ങളും അടയാളപ്പെടുത്തേണ്ടത്. പലരും ഓരോന്നിനും ഓരോ ഗ്രാഫൊക്കെ വരയ്ക്കാറുണ്ട്. അതൊക്കെ തെറ്റായ കാര്യമാണ്. ചെയ്യേണ്ടത് ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇതിനെ കണക്ട് ചെയ്യേണ്ടത്. നമ്മുടെ നെക്സ്റ്റ് ചോദ്യമാണ്. ഇവിടെ നോക്കുക, നിങ്ങൾ ഇൻഇക്വാലിറ്റി എത്ര ഉണ്ട്? 1 2 3 4. അപ്പൊ എത്ര ലൈനുകൾ നമ്മൾ വരയ്ക്കണം? 4 ലൈനുകൾ വരയ്ക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഓരോന്നിന്റെ കാര്യമായിട്ട് നോക്കാം. ആദ്യത്തെ ഈക്വൽ കേസ് എടുക്കുമ്പോൾ എന്താ വരിക, x + 2y = 8.
പോയിന്റ് കണ്ടുപിടിക്കാം. എക്സ് വൈ, എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 2y എന്ന് പറയുന്നത് 8 ആണ്. 2y ഈക്വൽ ടു 8. അപ്പോൾ y എന്ന് പറഞ്ഞാൽ 8/2 = 4. അടുത്തത് yക്ക് 0 കൊടുക്കുക. yക്ക് 0 കൊടുക്കുമ്പോൾ 2y എന്ന് പറഞ്ഞ ടൈം ഉണ്ടാവില്ല. അപ്പോൾ എക്സിന്റെ വാല്യൂ എന്താ വരിക? x ഈക്വൽ ടു 8. അടുത്ത ലൈനിൽ വരയ്ക്കാൻ വേണ്ടി 2x + y = 8. ഇൻഇക്വാലിറ്റിയുടെ ഈക്വൽസ് എടുത്തു. എക്സ് വൈ, എക്സിന് 0 അപ്ലൈ ചെയ്തു. അപ്പോൾ 2x ഇല്ല. y എന്ന് പറയുന്ന വാല്യൂ എത്രയാണ്? 8. yന് 0 കൊടുക്കുമ്പോൾ y എന്ന് പറഞ്ഞ ടൈം ഉണ്ടാവില്ല. അപ്പോൾ 2x = 8 വരും. x = 8/2 എത്ര വരും? 4 വരും. ഇനി ഏതാ വരിക? x = 0. ഈ ലൈൻ വരയ്ക്കണമെങ്കിൽ പോയിന്റിന്റെ ആവശ്യമില്ല. അതേപോലെ y = 0 നെക്സ്റ്റ് കേസ് വരുന്നത്, അതും വരയ്ക്കണമെങ്കിൽ എന്തിനും ആവശ്യമില്ല? പോയിന്റിന്റെ ആവശ്യമില്ല. എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത് വരയ്ക്കുന്ന സമയത്ത് നമുക്കത് പറയാം. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള ഒരു ഫിഗറിലേക്ക് പോയി നോക്കാം. Zero, 1, 2, 3, 4, 5, 6, 7, 8. 1, 2, 3, 4, 5, 6, 7, 8, 9, -1, y dash, y, x, x dash. -1, -1. നമുക്ക് അതിന്റെ പോയിന്റുകളൊന്ന് മാർക്ക് ചെയ്യാം. എക്സിന് 0, വൈന് 4. എക്സിന് 0, വൈന് 4. പോയിന്റ് മാർക്ക്. എക്സിന് 8, വൈന് 0. എക്സിന് 8, വൈന് 0 എന്ന് പറഞ്ഞാൽ അതേ പോയിന്റ് തന്നെ. പിന്നെ ഇക്വാലിറ്റി നോക്കുക. ജസ്റ്റ് ആർ ഈക്വൽ ടു ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ചേർത്ത് വരയ്ക്കാം. സ്കെയിൽ വെക്കാം. എന്നിട്ട് എന്ത് ചെയ്യാം? ചേർത്ത് വരയ്ക്കാം. എക്സിന് 0, വൈന് 8. എക്സിന് 0, വൈന് 8. പോയിന്റ്. അടുത്തത് എക്സിന് 4, വൈന് 0. എക്സിന് 4 ഇവിടെയാണ്, വൈന് 0 എന്ന് പറഞ്ഞാൽ അതേ പോയിന്റ്. രണ്ട് പോയിന്റുകൾ വീണ്ടും നോക്കുക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. നമുക്ക് എന്ത് ചെയ്യാം? സ്കെയിൽ വെച്ച് ജോയിൻ ചെയ്ത് വരയ്ക്കാം. ഇനി നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്? x = 0. x = 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ x = a യോ x = -a എന്ന് പറയുന്ന ആശയമോ വെർട്ടിക്കൽ ലൈനുകളാണ്. വെർട്ടിക്കൽ ലൈൻ വരയ്ക്കുമ്പോൾ ഏത് കൂടെ പാസ് ചെയ്യാം? ഇവിടെയാണ് a യുടെ പാസ് ചെയ്യും, ഇവിടെയാണെങ്കിൽ -a യുടെ പാസ് ചെയ്യും. നമുക്കിവിടെ എന്താ പറഞ്ഞത്? x = 0. അപ്പോൾ 0 പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈൻ, 0 പാസ് ചെയ്യുന്ന വെർട്ടിക്കൽ ലൈനാണ് ഈ വരച്ചിരിക്കുന്നത്. അതായത് y ആക്സിസ് ആണ് അതായിട്ട് വരിക. അവിടെ തന്നെ x = 0 ആയിട്ട് വരിക. അതിന്റെ താഴെയായിട്ട് എന്ത് എഴുതിയാൽ മതി? x = 0 എഴുതിയാൽ മതി. ഇനി y = a യോ y = -a യോ വരികയാണെങ്കിൽ ഒരു ഹോറിസോണ്ടൽ ലൈനാണ്. ആ ഹോറിസോണ്ടൽ ലൈൻ എവിടെ ടച്ച് ചെയ്യുക? ഒന്നില്ലെങ്കിൽ a ടച്ച് ചെയ്യും, അല്ലെങ്കിൽ -a ടച്ച് ചെയ്യും. നമുക്കിവിടെ എവിടെ ടച്ച് ചെയ്യേണ്ടത്? y = 0. അപ്പോൾ 0 ടച്ച് ചെയ്യുന്ന ഒരു ഹോറിസോണ്ടൽ ലൈൻ ആണ്. 0 ടച്ച് ചെയ്യുന്ന ഹോറിസോണ്ടൽ ലൈനാണ് കിടക്കുന്നത്. അതെന്താണ്? x ആക്സിസ് ആണ്. അപ്പോൾ y = 0 എന്ന് പറയുന്നത് ആ ലൈനാണ്. അപ്പോൾ ഈ രണ്ട് ലൈനുകളും നമ്മൾ പ്രത്യേകം വരയ്ക്കേണ്ടി വന്നില്ല. ഓരോന്നും ഓരോ ആക്സിസുകളാണ്. ഓക്കെ, ഇപ്പൊ നമ്മള് ലൈനുകളെല്ലാം വരയ്ക്കുന്നു. ഇനി നോക്കുക, നിങ്ങൾ ഇതിൽ 0 അപ്ലൈ ചെയ്താൽ എന്താ സംഭവിക്കുക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അതെന്താണ്? ട്രൂ ആണ്. ഇത് ഏതിൻ്റെയൊക്കെ ലൈനുകളെ വരച്ചെന്ന് എന്ന് വേർതിരിച്ചറിയാൻ വേണ്ടി അതിനെ എവിടെയെങ്കിലും അതിന്റെ നെയിം എഴുതി വെക്കുന്നത് നല്ലതാണ്. അപ്പൊ ഞാൻ അതിന്റെ ലൈനുകൾ എന്റെ നെയിം ഒന്ന് എഴുതി വെക്കുകയാണ്. ആദ്യത്തത് x + 2y. x + 2y = 8. രണ്ടാമത്തെ ലൈൻ കാര്യം പറയുന്നത് 2x + y = 8. 2x + y = 8. 0 അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്താണ്? ഫസ്റ്റ് കേസിൽ 0 ലെസ് ദാൻ ഈക്വൽ ടു 8 2 ആണ്. ആ ലൈൻ ഏതാ? x + 2y = 8. ഏതാ ലൈൻ വരുന്നത്? ഈ ലൈനാണ്. 0 കിടക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് എവിടെയൊക്കെ ഷെയ്ഡ് ചെയ്യേണ്ടി വരിക? താഴേക്കാണ് ഇതിന്റെ ഷെയ്ഡ് ചെയ്യേണ്ടി വരിക. ഓക്കെ, അടുത്തത് 2x + y = 8. ഇൻഇക്വാലിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും എന്താ വരിക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. ഇതിനേക്കാൾ താഴെയാണ് 0 എന്ന് പറയുന്നത്. അത് എല്ലായ്പ്പോഴും ശരിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം?
ഇതാണ് ലൈൻ വരുന്നത്. 0 0 നിൽക്കുന്നത് ഇവിടെയാണ്. ട്രൂ ആയതുകൊണ്ട് 0 0 നിൽക്കുന്ന ഭാഗത്തേക്ക് എന്ത് ചെയ്യാൻ പാടും? ഷെയ്ഡിങ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. കഴിഞ്ഞോ? ഇല്ല. ഇപ്പൊ രണ്ട് ഇക്വാലിറ്റി നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി ഏതൊക്കെ എടുക്കാണ്ട്? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് എക്സ് ഈക്വൽ ടു 0. അപ്പൊ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 എന്ന് പറയുന്നത് വരും ഇതിന്റെ മുകളിലേക്കാണ് എന്ത് വരിക? ഷെയ്ഡിങ് വരും. y ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0. ഇതാണ് y ഈക്വൽ ടു 0. അപ്പൊ ഗ്രേറ്റർ ദാൻ എന്ന് പറയുമ്പോൾ അവിടെ വരിക മുകളിലേക്കാണ് വരുന്നത്. ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഷെയ്ഡിങ് റീജിയൻ വരുന്നത്. നമുക്ക് ഇനി നോക്കാനുള്ളത് ഇവിടെ എത്ര ഇൻഇക്വാലിറ്റി ഉണ്ട്? 4 ഇൻഇക്വാലിറ്റി ഉണ്ട്. ആ 4 ഇൻഇക്വാലിറ്റിയും നിലനിൽക്കുന്ന ഭാഗം മാത്രം ഷെയ്ഡ് ചെയ്യണം. നിങ്ങൾ ഈ ക്ലോസ് ആയ ഒരു ഭാഗത്ത് നോക്കും. ഈ ലൈനിന്റെ മുകളിലേക്ക് ഉണ്ട്. ഈ ലൈനിന്റെ അപ്പോൾ ഒരു ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. ഇതിന്റെ മുകളിലേക്ക് ഉണ്ട് 2 ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. ഇതിന്റെ താഴേക്കുണ്ട് 3 ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. ഇതിന്റെ താഴേക്കുണ്ട് 4 ഇൻഇക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്തു. അപ്പൊ നോക്കൂ, 4 ഇൻഇക്വാലിറ്റിയും സാറ്റിസ്ഫൈ ചെയ്യുന്ന ഭാഗം അവിടെ ഏതാണ്? ഈ ഒരു റീജിയൻ ആണ് നമുക്ക് എന്തായിട്ട് വരിക? 4 ഇൻഇക്വാലിറ്റിയും ഹോൾഡ് ചെയ്യുന്ന റീജിയൻ ആയിട്ട് നമുക്ക് വരും. അപ്പൊ അത് മാത്രം നമ്മൾ എന്ത് ചെയ്യാം? ഒന്ന് ഷെയ്ഡ് ചെയ്യണം. ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്താൽ മതി. ഡാർക്ക് ആയിട്ട് ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് മുകളിലുള്ള പോയിന്റുകളൊക്കെ എഴുതിയത് മാഞ്ഞു പോകും. അത് ലൈറ്റ് ആയിട്ട് ഷെയ്ഡ് ചെയ്ത് കാണിച്ചാൽ മതി. ആ ഷെയ്ഡഡ് റീജിയൻ സെപ്പറേറ്റ് ആയിട്ട് കാണണം എന്ന് മാത്രമേ ഉള്ളൂ. അതാണ് നമ്മുടെ എന്ത് വരിക? ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്ന കാര്യം വരുന്നത്. ഇവിടെ നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണ്? 2x + 3y ≤ 12 ഉണ്ട്. x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ഉണ്ട്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ഉണ്ട്. ഈ ഇൻഇക്വാലിറ്റീനെ ഗ്രാഫിക്കലി എന്ത് ചെയ്യണം? നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇതിന്റെ പോയിന്റുകളൊക്കെ കണ്ടുപിടിക്കാം. ആദ്യത്തെ ഈക്വൽ കേസ് എടുത്താൽ എന്താ വരിക? 2x + 3y = 12. x y x ന് 0 കൊടുക്കാം. x ന് 0 കൊടുത്താൽ എന്താ സംഭവിക്കുക? ഇത് കംപ്ലീറ്റ് ആയിട്ട് 0 ആയിട്ട് പോകും. അപ്പോൾ ബാക്കി എന്താണത്? 3y = 12. അപ്പോൾ y എന്ന് പറഞ്ഞാൽ എന്ത് വരും? 12/3 എത്ര വരും? 4 വരും. 4. y ക്ക് 0 കൊടുക്കും. y ക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടൈം ഉണ്ടാവില്ല. പിന്നെ എന്താ ഉണ്ടാവുക? 2x = 12 ഉണ്ടാവും. x എന്ന് പറഞ്ഞാൽ എന്ത് വരും? 12/2 വരും. എത്ര വരും? 6 വരും. 6. ഇതിന്റെ ഈക്വൽ കേസ് എടുത്താൽ x = 1. ഇതിന്റെ ഈക്വൽ കേസ് എടുത്താൽ y = 2. അത് രണ്ടിനും പോയിന്റുകളുടെ ആവശ്യമില്ല. എങ്ങനെ വരയ്ക്കാം എന്നുള്ളത് കഴിഞ്ഞ കേസിൽ നമ്മൾ പറഞ്ഞു. ഇനി എങ്ങനെയാണ് കൺസ്ട്രക്ട് ചെയ്യുക എന്നുള്ളത് ഒന്ന് നിങ്ങൾ ഒബ്സർവ് ചെയ്താലും മതി. അപ്പോൾ നമുക്കിനി ഗ്രാഫിക്കൽ കേസിലേക്ക് പോകും. ഗ്രാഫിക്കൽ കേസിലേക്ക് പോകുമ്പോൾ ആക്സിസുകൾ വരയ്ക്കാം. 0 1 2 3 4 5 6 1 2 3 4 5 6 -1 -2 -3 -1 -2 x x dash y y dash പോയിന്റുകൾ മാറ്റിയാണ്. x ൽ 0 y ൽ 4 x ൽ 0 y ൽ 4 x ൽ 6 y ൽ 0 x ൽ 6 എന്ന് പറയുന്നതാണ് y ൽ 0 എന്ന് പറയുന്നത് അതേ പോയിന്റ് തന്നെയാണ്. ഇൻഇക്വാലിറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ ആ രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ വരയ്ക്കാം. ഏതാണ് ലൈൻ വരുന്നത്? 2x + 3y = 12. അപ്പോൾ ലൈൻ വരയ്ക്കാൻ കഴിഞ്ഞു. ഇനി ഏതാ വേണ്ടത്? x = 1 വരയ്ക്കണം. ഞാൻ പറഞ്ഞു x = a ആണെങ്കിൽ വെർട്ടിക്കൽ ലൈൻ ആണ്. അത് ഏതിലൂടെ പാസ് ചെയ്യും? എയിലൂടെ പാസ് ചെയ്യും. അപ്പോൾ x = 1 1ലൂടെ പാസ് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ ലൈൻ ആണ് എന്ത് വരിക? x = 1 വരിക. അപ്പോൾ നമ്മളിവിടെ x ന് 1 പറഞ്ഞാൽ ഇതിലൂടെ ഒരു ലൈൻ വരയ്ക്കാം. ഇങ്ങനെ വരയ്ക്കാം. വെർട്ടിക്കൽ ആയിട്ട് ഒരു ലൈൻ വരയ്ക്കാം. ഇതാണ് വരുന്നത് x = 1 എന്ന് പറയുന്ന ആശയം തരും. ഇനി y = 2 y = a ആണെങ്കിൽ ഹൊറിസോണ്ടൽ ആണ്. അപ്പോൾ y = 2 എന്താ വരിക? ഹൊറിസോണ്ടൽ ആണ്. എവിടെ ടച്ച് ചെയ്യുക? y ആക്സിസിൽ 2ലാണ് ടച്ച് ചെയ്യുക. 0 ≤ 12 ഇതെല്ലായ്പ്പോഴും എന്താണ്? 2 ആണ്. എല്ലായ്പ്പോഴും 2 ആണ്. അപ്പോൾ ഇത് 2 ആണെങ്കിൽ 0 0 വരുന്ന ഭാഗത്തേക്ക് ഇതാണ് ലൈൻ. 0 0 നിൽക്കുന്ന ഇവിടെയാണ്. അപ്പോൾ അതിന്റെ താഴെ ഭാഗത്തേക്കാണ് എന്ത് ചെയ്യുന്നത്? ഷെയ്ഡിങ് ചെയ്യുന്നത്. ഇനി x > or = 1 ഇതാണ് x = 1 എന്ന് പറയുന്ന ലൈൻ. ഈ ഒരു ലൈനാണ് x = 1. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മുകളിലേക്കാണ് എന്ത് വരിക? അതിന്റെ ഷെയ്ഡിങ് പീസുകൾ വരുന്നത്.
അടുത്തത് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. അപ്പോൾ y ഈക്വൽ ടു 2ന്റെ മുകളിലേക്ക് ഇതാണ് y ഈക്വൽ ടു 2. അതിന്റെ മുകളിലേക്ക് എന്ന് പറഞ്ഞാൽ എന്താ വരിക? ഇതിന്റെയൊക്കെ മുകളിലേക്കാണ് എന്താ വരിക? ഷെയ്ഡഡ് കേസ് തരുന്നത്. ഇനി ഇവിടെ നമ്മൾ നോക്കൂ, ഈ ഒരു ഭാഗത്ത് ട്രയാങ്കിൾ പോലെയുള്ളത് ഇവിടെ ഒരു ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ രണ്ടാമത്തെ ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്, ഇവിടെ മൂന്നാമത്തെ ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. എത്ര ഇൻഇക്വാലിറ്റി ഉണ്ട്? 1 2 3 ഇൻഇക്വാലിറ്റി ഉണ്ട്. മൂന്നും ഹോൾഡ് ചെയ്യുന്നത് എവിടെയാണ്? ഈ ട്രയാങ്കിൾ രൂപത്തിൽ കാണുന്ന ഈ ഭാഗമാണ് എന്തായിട്ട് വരിക? നമ്മുടെ ഷെയ്ഡഡ് റീജിയൻ അഥവാ സൊല്യൂഷൻ എന്ന് പറയുന്ന ആശയമായിട്ടാണ് വരുന്നത് വരുന്നത്. ഓക്കെ, അപ്പോൾ x = 1 x = 2 ഒന്നും വന്നു കഴിഞ്ഞാൽ ഇനി വരക്കാൻ നിങ്ങൾ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ എന്ത് ചെയ്താൽ മതി? വരച്ചു വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് ഇൻഇക്വാലിറ്റി എണ്ണം കൂടുതലാണ്. അപ്പോൾ ഓരോന്നിൻ്റെയും ഈക്വൽ കേസ് നമ്മൾ ആദ്യം നോക്കുക. അപ്പോൾ ആദ്യത്തെ കേസ് എടുക്കുകയാണ് 2x + y = 4. x y xന് 0 കൊടുക്കാം. അപ്പോൾ ഈ ടൈം ഇല്ല, yന്റെ വാല്യൂ എത്രയാണ്? 4. yക്ക് 0 കൊടുക്കാം. yക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടൈം ഉണ്ടാവില്ല. 2x എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്താവും? 4 ആവും. അപ്പോൾ xന്റെ വാല്യൂ 4/2 എന്ന് പറഞ്ഞാൽ എത്ര വരും? 2 വരും. അപ്പോൾ ആദ്യത്തെ ഇതിന് കാര്യം കഴിഞ്ഞു. രണ്ടാമത്തത് x + y = 3. x y xന് 0 കൊടുത്തു. ഞാൻ xന് 0 കൊടുക്കുമ്പോൾ ഇത് 0 ആയി, yന്റെ വാല്യൂ 3. yക്ക് 0 കൊടുത്തു, അപ്പോൾ ഇത് 0 ആയി, xന്റെ വാല്യൂ എത്ര വരും? 3 വരും. ഇനി അടുത്ത കേസ് 2x - 3y = 6. x y xന് 0 കൊടുക്കാം. xന് 0 കൊടുക്കുമ്പോൾ 2x എന്ന് പറയുന്നത് 0 ആയിട്ട് പോകും. -3y എന്ന് പറയുന്നത് 6 ആണ് വരിക. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6/-3 എത്ര വരിക? -2. അടുത്തത് yക്ക് 0 കൊടുക്കാം. yക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ ടേം 0 ആയിട്ട് പോയി. അപ്പോൾ ബാക്കി നിൽക്കുന്നത് എന്താ? 2x = 6. 2x = 6. x = 6/2 = 3. ഇനി ഇതിന്റെ ഈക്വൽ കേസ് എടുത്തു, ഇതിന്റെ ഈക്വൽ കേസ് എടുത്തു, ഇതിന്റെ ഈക്വൽ കേസ് എടുത്തു. ഇതിന്റെ ഈക്വൽ കേസ് എടുക്കുമ്പോൾ എന്താ വരിക? x = 0. പോയിന്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ ഈക്വൽ കേസ് എടുക്കുമ്പോൾ y = 0. ഇതിന്റെയും പോയിന്റ് കണ്ടെത്തേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്കിനി നേരെ ഗ്രാഫിലേക്ക് പോകാം. Zero, 1, 2, 3, 4, 5, 6. -1, -2, -3. 1, 2, 3, 4, 5. -1, -2, -3. x dash, y dash. നമുക്ക് പോയിന്റ് മാർക്ക് ചെയ്യാം. x ൽ 0, y ൽ 4. x ൽ 0, y ൽ 4. x ൽ 2, y ൽ 0. x ൽ 2, y ൽ 0. ഇൻഇക്വാലിറ്റി നോക്കൂ, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ രണ്ടും എന്ത് ചെയ്യാം? രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ലൈൻ വരയ്ക്കാം. അപ്പോൾ നമ്മൾ 4 ൽ നിന്ന് 2ലേക്ക് നമ്മൾ എന്ത് ചെയ്യാം? ജോയിൻ ചെയ്തുകൊണ്ട് ഏതാണ് ലൈൻ എന്നുള്ളത് അപ്പോൾ തന്നെ നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 2x + y = 4 ആണ് ആ ലൈൻ വരുന്നത്. ഇനി അടുത്ത കേസ് x ൽ 0, y ൽ 3. x ൽ 0, y ൽ 3. അടുത്തത് x ൽ 3, y ൽ 0. x ൽ 3, y ൽ 0. അതേപോലെ വരിക സെയിം പോയിന്റ്. രണ്ടും ജോയിൻ ചെയ്തുകൊണ്ട് നമുക്ക് ലൈൻ വരയ്ക്കാം. കാരണം എന്താണ്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ x + y = 3, x + y = 3 എന്ന് പറയുന്നതാണ് ലൈൻ ഇക്വേഷൻ. അടുത്തത് x ൽ 0, y ൽ -2. x ൽ 0, y ൽ -2. നേരെ താഴേക്ക് വരിക, -2 അവിടെ മാറ്റി. അടുത്തത് x ൽ 3, y ൽ 0. x ൽ 3, y ൽ 0 എന്ന് പറഞ്ഞാൽ ഇതേ പോയിന്റ് തന്നെ വരിക. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അപ്പോൾ -2 അതേപോലെ 3 എന്ന് പറയുന്ന ഈ പോയിന്റ് ജോയിൻ ചെയ്തുകൊണ്ട് ലൈൻ വരിക. 2x - 3y = 6. അതായത് പേര് അവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി x = 0. 0യിലൂടെ പോകുന്ന വെർട്ടിക്കൽ ലൈൻ ഏതാണ്? y ആക്സിസ് തന്നെയാണ്. അവിടെ x = 0.
അടുത്തത് y ഈക്വൽ ടു 0. ഏതാണ് വരുന്നത്? എക്സ് എക്സ് ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൈനാണ് എന്ത് വരിക? y ഈക്വൽ ടു 0. 0യിലൂടെ പാസ് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ലൈൻ. ഓക്കെ, ഇപ്പം എല്ലാ ലൈനുകളും വരയ്ക്ക് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ഷെയ്ഡഡ് റീജിയൻ കണ്ടെത്താൻ വേണ്ടി ഇവിടെ എക്സിനും വൈക്കും 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എന്തായിട്ട് മാറും? 0 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 4. ഇത് എല്ലായ്പ്പോഴും തെറ്റാണ്. 4നേക്കാൾ മുകളിലാണ് 0 എന്ന് പറയുന്നത്. ലൈവർഷൻ എന്താണ്? തെറ്റാണ്. ആ ലൈൻ ഏത് നോക്കുക? 2x + y = 4 എന്ന് പറയുന്ന ഏതാ? ഇതാണ് ലൈൻ. 0 കിടക്കുന്നത് ഇവിടെയാണ്. അപ്പം ഇങ്ങനെ ചെയ്യാൻ പാടില്ല, എവിടെയൊക്കെ പാടുള്ളൂ? മുകൾ ഭാഗത്തേക്ക് മാത്രമേ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അപ്പം അതിന് മുകൾ ഭാഗത്തേക്കാണ് നമ്മൾ ആരമാക്കിയിട്ടിരിക്കുന്നത്. അടുത്തത് ഇതിൽ 0 അപ്ലൈ ചെയ്യാൻ എന്താ സംഭവിക്കുക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3. അത് ട്രൂ ആണ്. ട്രൂ ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 0 വരുന്ന ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യണം. x + y = 3 എന്ന് പറയുന്നതാണ് 0 ഇവിടെയാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ താഴേക്കാണെങ്കിൽ വരില്ല, ഷെയ്ഡ് ചെയ്യേണ്ടി വരില്ല. താഴെ അടുത്തത് 2x - 3y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. 0 അപ്ലൈ ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതിന് 0 കൊടുക്കുകയാണെങ്കിൽ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. 6നേക്കാൾ താഴെയാണ് 0. അതെല്ലായ്പ്പോഴും ശരിയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ പറയുന്ന ലൈനെ 0 കിടക്കുന്നത് എവിടെയാണ്? ആ ഭാഗത്തേക്ക് ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ മുകൾ ഭാഗത്തേക്കാണ് എന്ത് വരിക? അതിന്റെ ഷെയ്ഡിങ് വരുന്നത്. ഇനി ഏതാ? എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഈ ലൈനാണ് x = 0. ഗ്രേറ്റർ ദാൻ എന്ന് പറഞ്ഞാൽ ഈ ലൈനിന്റെ മുകളിലേക്ക്. y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഇതാണ് y = 0. അതിന്റെ മുകളിലേക്ക്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് എത്ര ഇൻഇക്വാലിറ്റി ഉണ്ട് നോക്കുക. ആദ്യം 1, 2, 3, 4, 5 ഇൻഇക്വാലിറ്റി വരുന്ന ഭാഗമാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ. ആ ഭാഗത്തിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾ ഈ റീജിയൻ നോക്കുക. ട്രയാങ്കിൾ പോലെ കിടക്കുന്ന റീജിയൻ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഉണ്ട്. അപ്പൊ എന്തായാലും നമ്മുടെ ഭാഗം വരും, ഉറപ്പാണ്. ഒരു ഇൻഇക്വാലിറ്റി. ഈ ലൈനിന്റെ മുകളിലേക്ക് ഉണ്ട് 2 ഇൻഇക്വാലിറ്റി. ഈ ലൈനിന്റെ താഴേക്ക് ഉണ്ട് 3 ഇൻഇക്വാലിറ്റി ആയി. ഈ വരയുടെ മുകളിലേക്ക് ഉണ്ട് 4 ഇൻഇക്വാലിറ്റി ആയി. ഈ ലൈനിന്റെ മുകളിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ 5ാമത്തെ ഇൻഇക്വാലിറ്റി പറഞ്ഞ റീജിയനിൽ എന്ത് ചെയ്യും? ഹോൾഡ് ചെയ്യും. അപ്പം 5 വരുന്നത് ഏത് ഭാഗമാണ്? ഈ ഒരു ഭാഗമാണ് നമുക്ക് 5 വരുന്ന ഒരു റീജിയൻ ആയിട്ട് വരുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ വരയുടെ താഴേക്ക് ഷെയ്ഡിങ് പോകുമ്പോൾ, താഴേക്ക് ഷെയ്ഡിങ് പോയാലുള്ള പ്രശ്നം എന്താ? ഈ ലൈനിന്റെ മുകളിലേക്ക് ഉള്ളൂ എന്ന് പറഞ്ഞ് നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരിക്കലും ഇതിന്റെ താഴേക്ക് ഇറങ്ങാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതുവരെയാണ് നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ പാടുള്ളൂ. അതിന് താഴേക്ക് എന്ത് വരരുത്? ഷെയ്ഡിങ് എന്ന് പറയുന്ന ആശയം കയറി വരരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ അവിടെ വർക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെയാണ് ഗ്രാഫിക്കലി സോൾവ് ചെയ്യണം. അപ്പോൾ അതുപോലെ തന്നെ ഈക്വൽ കേസിൽ നിന്ന് തുടങ്ങാൻ മതി. x - 2y = 3. x ഞാൻ 0 കൊടുക്കും. എക്സിന് 0 കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എക്സിന് 0 കൊടുത്താൽ -2y = 3 ആണ് വരിക. വെറും 2y അല്ല, -2y = 3. അതായത് y = 3/-2 -1.5. അവിടെ എഴുതേണ്ടത് -1.5. yക്ക് 0 കൊടുക്കാം. yക്ക് 0 കൊടുത്താൽ ഈ ടേം മൊത്തം 0 ആയി. അപ്പോൾ എക്സിന്റെ വാല്യൂ എത്ര വരിക? 3. 3x + 4y = 12. നെക്സ്റ്റ് ലൈനിൽ ഈക്വൽ കേസിലാണ് x y. എക്സിന് 0 കൊടുക്കുകയാണ്. എക്സിന് 0 കൊടുക്കുമ്പോൾ 4y = 12 ബാക്കി ഉണ്ടാവും. ഇത് 0 ആയിട്ട് പോകും. അപ്പോൾ y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12/4 3. yക്ക് 0 കൊടുക്കാം. yക്ക് 0 കൊടുക്കുമ്പോൾ ഈ ടേം 0 ആയിരിക്കും. ബാക്കി 3x = 12. x = 12/3 എത്ര വരും? 4 വരും. അവിടെ പ്രകാരം 4 വരും. പിന്നെ ഏതാണുള്ളത്? x = 0, y = 0. ഇത് രണ്ടും ലൈനുകൾ നമ്മൾ ഓൾറെഡി വരയ്ക്കുമ്പോൾ വരുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള കേസിലേക്ക് പോവാം. 0, 1, 2, 3, 4. 1, 2, 3, 4. -1, -2. -1, -2. -3. x dash y dash. പോയിന്റുകൾ അടയാളപ്പെടുത്തുകയാണ്. 0 x ന് 0, y ന് -1.5. x ന് 0,
വൈയിൽ -1.5 -1 -2 നടുക്കാണ് എന്താ വരിക -1.5 എന്ന് പറയുന്ന ആശയം വരുന്നത്. എക്സിൽ 3 വൈയിൽ 0 എക്സിൽ 3 വൈയിൽ 0. ഇനീക്വാലിറ്റി നോക്കാം. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. രണ്ട് പോയിന്റുകളും ജോയിൻ ചെയ്ത് വരയ്ക്കാം. x minus 2y equal to 3. x minus 2y equal to 3. അടുത്തത് x ൽ 0 y ൽ 3. x ൽ 0 y ൽ 3. പോയിന്റ് മാർക്ക്. പിന്നെ x ൽ 4 y ൽ 0. x ൽ 4 y ൽ 0. ഏതാണ് വരുന്നത്? 3x plus 4y equal to 12. ഇൻഇക്വാലിറ്റി ആയി സൈഡ് x equal to 0 നമ്മുടെ x ആണ് വരിക y x ആണ് വരിക. y equal to 0 ഏതാ വരുന്നത്? നമ്മുടെ x axis ആണ് y equal to 0 ആയിട്ട് വരും. ഇനി ഇതിലേക്ക് നമ്മൾ 0 0 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 അത് എല്ലായ്പ്പോഴും എന്താണ്? ട്രൂ ആണ്. ഇതിലേക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതായത് 0 0 നിൽക്കുന്ന ഭാഗത്തേക്ക് ആരം മാർക്ക് കൊടുക്കണം എന്നർത്ഥം. ഷെയ്ഡിംഗ് റീജിയൻ വരുന്നു എന്നർത്ഥം. ഓക്കെ, അപ്പൊ നമ്മുടെ ലൈൻ എന്ന് പറയുന്നത് ഏതാണ്? ഇതാണ് ലൈൻ. 0 0 ഇവിടെ നിൽക്കുന്നത് ഇപ്പൊ മുകളിലേക്കാണ് എന്ത് വരിക? അതിന്റെ ഷെയ്ഡിംഗ് ഫേസ് വരുന്നത് ഇതിലൊക്കെ മുകളിലേക്കാണ് വരിക. 3x plus 4y greater than or equal to 12. 3x plus 4y എന്ന് പറയുന്നതിന്റെ greater than or equal to 12. 0 0 5 എന്ന് വരിക 0 greater than or equal to 12. ഇതെന്താ സംഭവിക്കുന്നത്? ഫാൾസ് ആണ് വരുന്നത്. ഫാൾസ് ആണെന്ന് പറഞ്ഞാൽ എന്താണ്? ലൈൻ വരുന്നത് x plus 4y equal to 12 എന്ന് പറയുന്ന ലൈൻ ഇതാണ്. അതിന്റെ എവിടേക്കാ ഷെയ്ഡിങ് വരിക? മുകൾ ഭാഗത്തേക്കാണ് ഷെയ്ഡിങ് വരിക. എന്ന് പറഞ്ഞാൽ 0 0 ന്റെ ബാക്കി വരുന്നു അതിന്റെ മുകൾ ഭാഗത്തേക്കുള്ള ഷെയ്ഡിങ് പറഞ്ഞാൽ എന്താ വരിക? ഇത് മുകളിലേക്കാണ് അതിന്റെ വരിക ഷെയ്ഡിങ് വരുന്നത്. ഇനി x greater than or equal to 0 x greater than or equal to 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x equal to 0 ആണ് ഇതിന്റെ മുകളിലേക്ക് വരും. x equal to 0 എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലേക്ക് വരും. y greater than or equal to 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുകളിലേക്ക് വരും. നിങ്ങൾ നോക്കേണ്ടത് ഇതിന് ഇക്വാലിറ്റി വരുന്ന ഭാഗമാണ് നമ്മൾ നോക്കേണ്ടത്. ഇതിന്റെ മുകളിലേക്ക് ഉണ്ട്. അപ്പോൾ ഒരു ഇക്വാലിറ്റി എന്ന് പറയുന്ന കാര്യം എന്തായാലും വരും. ഇതിന്റെ റൈറ്റിലേക്ക് ഉണ്ട്. അപ്പൊ രണ്ട് ഇക്വാലിറ്റി അവിടെ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഈ ഒരു പീസിനകത്ത് രണ്ട് ഇക്വാലിറ്റി വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് എന്താണ്? രണ്ടിന്റെയും ഗ്രേറ്റർ ദാൻ കേസുകൾ വരുന്ന ഭാഗം നോക്കുന്നത്. ഈ ഒരു റീജിയൻ നോക്കുന്നത് ഈ ഒരു റീജിയൻ ഇതിന്റെ മുകളിലേക്ക് ഉണ്ട്. ഒരു ഇക്വാലിറ്റി ആയി ഇതിന്റെ മുകളിലേക്ക് ഉണ്ട്. രണ്ട് ഇക്വാലിറ്റി ആയി ഇവിടെ മുകളിലേക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തിൽ വരും. ഇവിടെ മുകളിലേക്ക് ഉണ്ട് പറഞ്ഞാൽ ഈ ഭാഗത്തിലേക്ക് വരും. അപ്പൊ എത്ര ഇക്വാലിറ്റി വന്നു? 4 ഇൻഇക്വാലിറ്റിയും അവിടെ വന്നു കഴിഞ്ഞു. അപ്പൊ ഏതാ നമ്മുടെ റീജിയൻ വരിക? ഈ ബൗണ്ടഡ് അല്ലാതെ കിടക്കുന്ന ഈ ഒരു ഭാഗമാണ് എന്തായിട്ട് വരുന്നത്? നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന ആശയമായിട്ട് വരുന്നത്. ഇവിടെ അതിന്റെ മുകളിലേക്ക് ഉണ്ട് ഒരു ഇൻഇക്വാലിറ്റി ആയി. ഇവിടെ മുകളിലേക്ക് ഉണ്ട് ഒരു ഇൻഇക്വാലിറ്റി ആയി. അപ്പൊ രണ്ടെണ്ണമായില്ലേ? പിന്നെ ഇതിന്റെ മുകളിലേക്ക് ഉണ്ട് മൂന്നാമത്തെ ഇൻഇക്വാലിറ്റി എന്ന് പറഞ്ഞ ആശയമായി. ഇവിടെ മുകളിലേക്ക് ഉണ്ട് പറഞ്ഞാൽ ഇതിന്റെ അപ്പർ പോർഷൻ ഇവിടെയും കൊണ്ടുവരും വരും. അപ്പൊ 4 ഇൻഇക്വാലിറ്റി ഹോൾഡ് ചെയ്യുന്നത് ഏതാണ്? ആ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് 4 ഇൻഇക്വാലിറ്റിയും ഹോൾഡ് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പൊ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്ന ആശയം ഒരുവിധമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കണം. ഈ ഒരു ക്വസ്റ്റ്യൻസുകൾ മാത്രം ചെയ്ത് പഠിച്ചാൽ പോരാ. ഇതേപോലെ ടെക്സ്റ്റ് ബുക്കിൽ വേറെയും കുറേ ചോദ്യങ്ങളുണ്ട്. അതുകൂടി നിങ്ങൾ ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തൊന്ന് പഠിക്കുക. ഇനി ഇതിലെ ഒരു കാര്യം കൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് സൊല്യൂഷൻ റീജിയൻ എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് തന്നിട്ട് ഏതാണ് ആ ലൈനുകൾ, അതിനെ എങ്ങനെ കണ്ടെത്താം, ഏതാണ് ഇൻഇക്വാലിറ്റീസ് എന്നുള്ളത് കണ്ടെത്താം. ഈ ഒരു മോഡൽ കൂടി നമുക്ക് ഈ ചാപ്റ്ററിൽ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊരു ക്വസ്റ്റ്യൻ രൂപത്തിലാണ് നമ്മൾ പറയുന്നത്. നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. അതിൽ ഇവിടുത്തെ പോയിന്റ് 4 ആണ് തന്നിട്ടുണ്ട്. ഈ ലൈനുകൾ ഇന്റർസെക്ട് ചെയ്യുന്നത് 2 2 എന്ന് പറഞ്ഞ പോയിന്റാണ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ലൈൻ വരച്ചു പോയിട്ടുണ്ട്. L1 എന്ന് പറയുന്ന ലൈൻ കാണാം, L2 കാണാം, L3 കാണാം. നമുക്ക് വേണ്ടത് ഇതിലെ ഒരു കാര്യം കൂടി നമുക്ക് ഫിഗറിൽ പറയുന്നുണ്ട്. ഇതിലെ ഒരു റീജിയൻ നമുക്ക് ഷെയ്ഡഡ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ആ ഷെയ്ഡഡ് റീജിയനാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതുകൂടി നമ്മുടെ ക്വസ്റ്റ്യനിൽ കയറി വരുന്നതാണ്. ഈ ഒരു ഭാഗമാണ് ഷെയ്ഡിങ്. ഓക്കെ, ഇനി നമുക്ക് ഇതിൻ്റെ ആൻസറിലേക്ക് ഒന്ന് പോയി നോക്കാം.
എന്താ അന്നത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്? ഫൈൻഡ് ദ ഇക്വേഷൻസ് ഓഫ് ദ ലൈൻസ് L1, L2, L3. L1ന്റെയും L2ന്റെയും L3യുടെയും ഇക്വേഷൻ എന്ത് ചെയ്യണം? നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് L2 എന്ന് പറയുന്ന കാര്യം നമ്മൾ നോക്കാം. L2 എന്ന് പറയുന്നത് ശരിക്കും എന്താണ്? Y ആക്സിസിൽ ഇത് 4 ആണ്, അപ്പൊ ഇത് 3 ആണ് വരിക, ഇത് 2 ആണ് വരിക, എത്ര വരിക? 1 ആണ് വരിക. അപ്പൊ ഇത് ശരിക്കും ഇതൊരു ഹൊറിസോണ്ടൽ ലൈൻ ആണ്. വൈയിൽ എവിടെയാണ് ടച്ച് ചെയ്യുന്നത്? 1 എന്ന് പറയുന്ന പോയിന്റിലാണ് ടച്ച് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്ന കാര്യം എങ്ങനെയായിരിക്കും? y = 1 ആയിരിക്കും. ഇക്വേഷൻ ഓഫ് L2 ഈസ് എന്തായിട്ട് വരും? y = 1 എന്ന് പറയുന്ന കേസ് ആയിട്ട് വരും. അപ്പൊ നമ്മുടെ ഇവിടെ എന്താണ് ഇക്വേഷൻ ഓഫ് L2 എന്ന് പറയുന്നത്? എന്താണ്? y = 1 ആണ് വരും. ഇനി നിങ്ങൾ ഇനി നോക്കേണ്ടത് L3യിലേക്ക് നോക്കുക. ഇത് ശരിക്കും പാസ് ചെയ്യുന്നത് ഇതിലൂടെയാണ്, 0, 0യിലൂടെയാണ് പാസ് ചെയ്യുന്നത്. 2, 2 എന്ന് പറയുന്ന പോയിന്റ് അതിലുള്ള മറ്റൊരു പോയിന്റ് ആണ്. അതായത് 2, 2 അതിലൊരു പോയിന്റ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? y-ഉം x-ഉം ഒരുപോലെയാണെന്നല്ല അതിന്റെ അർത്ഥം. അപ്പൊ നമുക്ക് അടുത്ത കേസ് പറയാം. ഇക്വേഷൻ ഓഫ് L3 is y = x. 2, 2 ഇതൊരു പോയിന്റ് ആണ്, അതുകൊണ്ടാണ് നമ്മൾ ഇത് പറഞ്ഞത് y = x എന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ഇവിടെ നോക്കിയാൽ മതി 0, 0 y-ഉം x-ഉം ഒരുപോലെയാണ് നിൽക്കുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് L1 എന്ന് പറയുന്ന ലൈനിന്റെ ഇക്വേഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇവിടെ നോക്കേണ്ട കാര്യം, ഇത് 0, 4 എന്ന് പറയുന്ന പോയിന്റ് ആണ്, മറ്റൊരു പോയിന്റ് 2, 2 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഈ ഒരു പോയിന്റ് വരുന്നത് ഇത് 1, ഇത് 2, ഇത് 3 അങ്ങനെയാണെങ്കിൽ ഏതാ വരിക? 4 എന്ന് പറയുന്ന കാര്യമാണ് വരിക. ഇവിടെ നിങ്ങൾ ആ പോയിന്റുകൾ മാത്രം ഒന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ ആദ്യത്തെ പോയിന്റ് 0, 4 ആണ്, പിന്നെ ടച്ച് ചെയ്യുന്ന പോയിന്റ് 2, 2 ആണ്, പിന്നെ ടച്ച് ചെയ്യുന്ന പോയിന്റ് 4, 0 ആണ്. ഇവിടെയൊക്കെ എക്സ് കോർഡിനേറ്റിലും വൈ കോർഡിനേറ്റിലേക്കും ഒന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. എന്താണ്? ഇത് രണ്ടും ആഡ് ചെയ്താൽ എത്രയാണ് കിട്ടുക? 4 ആണ് കിട്ടുക. ഇത് രണ്ടും ആഡ് ചെയ്താലോ 4 ആണ് കിട്ടുക. ഇത് രണ്ടും ആഡ് ചെയ്താലോ 4 ആണ് കിട്ടുക. അപ്പൊ നമുക്ക് നമ്മുടെ ഇക്വേഷൻ ഓഫ് L1 എന്ന് പറയുന്നത്, ഇക്വേഷൻ ഓഫ് L1 ഈസ് എങ്ങനെ എഴുതാം? x + y = എഴുതാം 4 എന്ന് പറയുന്ന കാര്യം എഴുതാം. ക്ലിയർ ആയില്ലേ? ഓരോ പോയിന്റുകളും നോക്കുക. ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും ആഡ് ചെയ്യുമ്പോഴൊക്കെ എന്താണ്? 4 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? L1 എന്ന് പറയുന്ന ഇക്വേഷന് x + y = 4 എന്ന് പറഞ്ഞ് എഴുതാം. ഇനി ഇതല്ലെങ്കിൽ മറ്റൊരു മാർഗമുണ്ട്. ഈ L1 എന്ന് പറയുന്ന ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് 2, 2 ആണ്, മറ്റൊരു പോയിന്റ് 0, 4 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സ്ട്രൈറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ 2 പോയിന്റ് ഫോം എന്ന് പറയുന്ന കേസ് ഉപയോഗിച്ചുകൊണ്ട് ലൈനിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണ്? x + y = 4 ആണ്. ഞാനൊരു എളുപ്പമാർഗത്തിലൂടെ പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ സബ് ക്വസ്റ്റ്യൻ അവസാനിക്കുകയാണ്. എല്ലാ ലൈനുകളുടെയും ഇക്വേഷൻ കണ്ടെത്തി. L2ന്റെ ഇക്വേഷൻ y = 1, L3ന്റെ ഇക്വേഷൻ y = x, പിന്നെ L1 എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ x + y = 4. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അവിടെ എന്താ പറയുന്നത്? സൊല്യൂഷൻ റീജിയനുമായി റെപ്രസെന്റ് ചെയ്ത് നിൽക്കുന്ന ഇൻഇക്വാലിറ്റീസുകൾ ഏതൊക്കെ? ഇവിടെ നോക്കിയിട്ട് നിങ്ങൾ ഈ ലൈനിന്റെ മുകളിലേക്ക് വന്നാൽ മാത്രമേ ഈ റീജിയൻ വരുള്ളൂ. അപ്പൊ നമ്മുടെ ഒരു ഇൻഇക്വാലിറ്റി എന്താണ്? ഇതാണ് ഇക്വേഷൻ y = 1. അതിന്റെ മുകളിലേക്ക് വന്നാൽ നമുക്ക് എങ്ങനെ എഴുതാം? y ≥ 1 ഒരു ഇൻഇക്വാലിറ്റി. ഇതിന്റെ മുകളിലേക്ക് ആയതുകൊണ്ടാണ് ഞാൻ ഗ്രേറ്റർ ദാൻ, താഴെയാണെങ്കിലും ലെസ് കൊടുക്കുക. ഓക്കെ, ഇനി ഈ ലൈൻ എന്ന് പറയുന്നതിന്റെ മുകളിലേക്കല്ല താഴേക്കാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ലൈൻ എന്താണോ അതിന്റെയും എന്താ വരിക? ലെസ് ദാൻ കേസ് വരിക. അപ്പൊ ആ ലൈൻ ഏതാ? x + y = 4 ആണ്. x + y ലെസ് ദാൻ 4 ആണ്. ഇനി അടുത്ത കേസ് ശ്രദ്ധിക്കണം നിങ്ങൾ. ഇതാണ് ലൈൻ L3. ഇതിന്റെ ഈ ഒരു വശത്തേക്ക് എന്ത് വരുന്നുള്ളൂ? ഷെയ്ഡഡ് കേസ് വരുന്നുള്ളൂ. അപ്പൊ മുകളിലേക്ക് വരുന്നില്ല എന്നാണ് അർത്ഥം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്താ? y = x ആണ്. ഇതിന്റെ ഈ പാർട്ടിലേക്കാണ് വരുന്നത്. ഇവിടെ എങ്ങനെ എക്സിനും വൈക്കും 0 കൊടുക്കാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ? എക്സിന് 0 കൊടുത്ത വൈയും 0 ആണ്. അത് ഓൾറെഡി ലൈനിലെ പോയിന്റ് ആണ്. അപ്പൊ ലൈനിൽ ഇല്ലാത്തൊരു പോയിന്റ് കൊടുക്കണം. അപ്പൊ ഞാനിവിടെ ഒരു കാര്യം കൺസിഡർ ചെയ്യാൻ പോവാണ്. 1, 2 എന്ന് പറയുന്ന ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുന്നത്. 1, 2 സെറ്റ് പൊസിഷൻ എന്താണ്? ഇതാണ് സെറ്റ് പൊസിഷൻ വരിക 1, 2ന്റെ. ഇത് നിങ്ങൾ എവിടെ കൊണ്ടു കൊടുക്കുക? അപ്പൊ ഞാൻ എഴുതി ഇൻഇക്വാലിറ്റിയിൽ കൊണ്ടു കൊടുക്കുക. ഇൻഇക്വാലിറ്റിയിൽ കൊണ്ടു കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഇൻഇക്വാലിറ്റി കൊണ്ടു കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നതിന്റെ സ്ഥാനത്ത് 2 വരും. ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എക്സിന്റെ പ്ലേസിൽ 1 എന്ന് പറയുന്ന സാധനം വരും. അപ്പൊ എന്താ സംഭവിക്കുക? 2 ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 എന്ന് പറയുന്ന കാര്യം വരും. 2 ഗ്രേറ്റർ ദാൻ ഓർ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? ഇത് കറക്റ്റ് ആണ്. ഒന്നിനേക്കാൾ മുകളിലാണ് 2 വരുന്നത്. അപ്പൊ ശരിക്കും 1, 2 വരുന്ന ഭാഗത്തേക്കാണ് എന്ത് ചെയ്യേണ്ടി വരിക? ഷെയ്ഡ് ചെയ്യേണ്ടി വരിക.
അപ്പോൾ ശരിക്കും ഷെയ്ഡിങ് ഇങ്ങോട്ടല്ലേ പോകേണ്ടത്, പക്ഷെ ഇത് കിടക്കുന്ന എവിടെയാണ്? താഴേക്കാണ്. താഴേക്കാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു മാറ്റി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന് പറഞ്ഞ കാര്യം കണക്ട് ചെയ്യുക. അപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റ് ഐഡിയയിലേക്ക് ഇതിൻ്റെ കണക്ഷൻ കയറി പോകും. അപ്പോൾ നമ്മുടെ ഇനീക്വാലിറ്റീസുകൾ ഏതൊക്കെ വരിക? y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 വരും, x പ്ലസ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരും, y ലെസ് ദാൻ ഓർ ഈക്വൽ ടു x എന്ന് പറയുന്ന ആശയം വരും. അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഷെയ്ഡ് ചെയ്ത റീജിയൻ തന്നിട്ട് ലൈനുകളുടെ ഇക്വേഷൻ കാണാനും അതുപോലെ തന്നെ എന്ത് ചെയ്യാനും ചോദിക്കാം, ഇനീക്വാലിറ്റീസുകൾ കണ്ടെത്താനും ചോദിക്കാം. അത് ശരിക്ക് സ്ട്രൈറ്റ് ലൈൻ ചാപ്റ്ററുമായിട്ട് ഇതിനൊരു കണക്ഷൻ കയറി വരുന്നുണ്ട് എന്നുള്ളതാണ് ശരിക്കും അതിൻ്റെ ഒരു ഐഡിയ. ഇതൊരു ഹയർ ക്വസ്റ്റൻ ആയിട്ട് കയറി വന്നിട്ടുള്ളതാണ്. ഞാൻ അതുകൂടി ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അപ്പോൾ എന്തായാലും ഇത്ര ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, ഗ്രാഫൊക്കെ വീണ്ടും വീണ്ടും നിങ്ങൾ വരച്ച് നോക്കുക. 4 മാർക്ക് വെയിറ്റേജ് ആണ് ഈ ചാപ്റ്ററിൽ വരുന്നത്. ചില വർഷങ്ങളിൽ ഗ്രാഫ് വരയ്ക്കാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, ചിലതിൽ ഒന്ന് സോൾവ് ചെയ്യാനുണ്ടാവും, ഗ്രാഫ് വരയ്ക്കാനുണ്ടാവും. എന്തായാലും ഗ്രാഫിക്കൽ സൊല്യൂഷൻ എന്ന് പറയുന്ന ആശയം വളരെ പ്രധാനപ്പെട്ടതാണ്. അത് നിങ്ങൾ ചെയ്ത് പഠിക്കുക തന്നെ വേണം. ഓക്കെ.